നമസ്കാരം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചേറെ ആശ്വാസകരവും സന്തോഷപ്രദവുമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയാളികൾ നാടൊട്ടുക്ക് കാത്തിരിക്കുന്ന ഓണാഘോഷം ഇപ്പോൾ തൊട്ടടുത്തെത്തി നിൽക്കുന്ന ഈ വേളയിൽ ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കളും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരും ഒക്കെ തന്നെ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇപ്പോൾ ഈ ഓണക്കാലത്ത് കാത്തിരിക്കുന്നത്. കാരണം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ആശ്വാസമേകുന്ന ഒരു നിർണായക പ്രഖ്യാപനം കേന്ദ്ര സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഓണത്തിന് മുൻപായി ലഭിക്കാനിരിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ചും ഒന്നിലധികം ഗഡു പെൻഷൻ ലഭിക്കുമോ എന്നതിനെക്കുറിച്ചും വലിയ ചർച്ചകളാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വിജയകരമായിട്ട് പൂർത്തിയായ പശ്ചാത്തലത്തിൽ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആർക്കൊക്കെയാണ് ശമ്പളവും പെൻഷനും ഒക്കെ തന്നെ മുൻകൂറായിട്ട് ലഭിക്കുക എന്നും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻകാർക്ക് ലഭിക്കാനിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണെന്നും വളരെ വിശദമായി തന്നെ നമുക്ക് വീഡിയോയിൽ പരിശോധിക്കാം. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുവാനും മറക്കാതിരിക്കുക. വരാനിരിക്കുന്ന ഓണാഘോഷങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ സേവനമനുഷ്ഠിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്കും വലിയ സാമ്പത്തിക സഹായകമാകുന്ന തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ ചിലവ് വകുപ്പ് 2026 ഓഗസ്റ്റ് 3-ാം തീയതി പുറത്തിറക്കിയ ഔദ്യോഗിക ഓഫീസ് മെമ്മോറാണ്ടം പ്രകാരം കേരളത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലെയും ജീവനക്കാർക്ക് 2026 ഓഗസ്റ്റ് മാസത്തെ ശമ്പളം സാധാരണ നൽകുന്ന തീയതിക്ക് വളരെ മുൻപായി തന്നെ, അതായത് ഓഗസ്റ്റ് 24-ാം തീയതി തന്നെ വിതരണം ചെയ്യാൻ അനുമതി നൽകിയിട്ടുണ്ട്. കേവലം സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇതേ തീയതിയിൽ തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ശമ്പളം ലഭ്യമാകുന്നതാണ്. ഓണക്കാലത്ത് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ള വലിയ രീതിയിലുള്ള കുടുംബ ചെലവുകളും മറ്റ് ആവശ്യങ്ങളും തടസ്സമില്ലാതെ നിർവഹിക്കാൻ ശമ്പളം നേരത്തെ ലഭിക്കുന്നതിലൂടെ ഇവർക്ക് സാധിക്കും. പെൻഷൻ തുകയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കേന്ദ്ര സർക്കാർ പെൻഷൻകാർക്കും ഈ ഒരു തീരുമാനം വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിട്ടുണ്ട്. കേരളത്തിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള എല്ലാ കേന്ദ്ര സർക്കാർ പെൻഷൻകാരുടെയും 2026 ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുക ഓഗസ്റ്റ് 24-ാം തീയതിക്ക് മുൻപ് തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യണമെന്ന് ധനമന്ത്രാലയം ബാങ്കുകൾക്കും പേ ആൻഡ് അക്കൗണ്ട് ഓഫീസുകൾക്കും കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ജീവനക്കാരും പെൻഷൻകാരും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് 24-ന് വിതരണം ചെയ്യുന്നത് പുതിയ ബോണസോ അല്ലെങ്കിൽ അധിക ശമ്പളമോ അല്ല, മറിച്ച് മാസാവസാനം നൽകേണ്ട ശമ്പളവും പെൻഷനും ഓണം പ്രമാണിച്ച് മുൻകൂറായിട്ട് നൽകുന്ന അഡ്വാൻസ് വിതരണം മാത്രമാണ്. മാസാവസാനത്തിൽ കണക്കുകൾ പൂർത്തിയാക്കുമ്പോൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിൽ വരുത്തുന്നതായിരിക്കും. ഈ ആനുകൂല്യം കേരളത്തിൽ ജോലി ചെയ്യുന്ന കേന്ദ്ര ജീവനക്കാർക്കും കേന്ദ്ര പെൻഷൻകാർക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളതാണെന്നും സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കോ ക്ഷേമ പെൻഷൻകാർക്കോ ഇത് ബാധകമല്ലെന്നും പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മലയാളികളുടെ ജീവിതത്തിൽ ഓണം എന്നത് ഏറ്റവും വലിയ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഒരു ആഘോഷമാണ്. സാമ്പത്തികമായ ഒട്ടേറെ ചെലവുകൾ വന്നെത്തുന്ന ഈ സമയത്ത് വീട്ടു ചെലവുകൾ, ഓണസദ്യ ഒരുക്കൽ, പുതിയ വസ്ത്രങ്ങൾ വാങ്ങൽ, ബന്ധുക്കളുടെയൊക്കെ തന്നെ വീടുകൾ സന്ദർശിക്കൽ, യാത്രാ ചെലവുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ പണം അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. ജനങ്ങളുടെ ഈ വലിയ സാമ്പത്തിക ആവശ്യകത പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ ജീവനക്കാർക്ക് നേരത്തെ തന്നെ വേതനം നൽകാൻ തീരുമാനിച്ചത്. അതേസമയം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 2026 ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 51 ലക്ഷത്തിലധികം വരുന്ന അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തിക്കഴിഞ്ഞു. കൂടാതെ കേരള സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായിട്ടുള്ള വിരമിച്ച തൊഴിലാളികൾക്ക് 3750 രൂപ ഉത്സവ അലവൻസായിട്ടും നിലവിലുള്ള ലോട്ടറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും 8500 രൂപ ഉത്സവ ധനസഹായമായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കുന്നതിനായിട്ട് പെൻഷൻകാർ നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ട ചില സാങ്കേതിക നടപടിക്രമങ്ങളുണ്ട്. വാർഷിക മസ്റ്ററിംഗ് അഥവാ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം, അത് കൃത്യസമയത്ത് പൂർത്തിയാക്കാത്തവരുടെയൊക്കെ തന്നെ പെൻഷൻ തുക തടഞ്ഞു വെക്കപ്പെടാനായിട്ട് വലിയ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും നിങ്ങളുടെ മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ടോ, വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് സേവന പെൻഷൻ്റെ ഔദ്യോഗിക പോർട്ടൽ സന്ദർശിക്കുക വഴിയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. വീഴ്ച വരുത്തിയിട്ടുള്ളവർ എത്രയും വേഗം തന്നെ ഈ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയാൽ മാത്രമേ തടസ്സങ്ങളില്ലാതെ പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ അത് കൃത്യമായിട്ട് കൈപ്പറ്റുന്നതിന് ഇത്തരം നിബന്ധനകളൊക്കെ തന്നെ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഓണത്തിന് മുൻപായിട്ട് ഒന്നിലധികം ഗഡു പെൻഷൻ തുക, അതായത് 2000 രൂപയോ അല്ലെങ്കിൽ 2 ഗഡുക്കൾ 4000 രൂപയോ ഒരുമിച്ച് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുള്ള ഒരു സംശയമാണ്. നിലവിൽ സംബന്ധിച്ച് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നോ അന്തിമ തീരുമാനമോ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗ തീരുമാനത്തിന് ശേഷം സർക്കാരിൻ്റെ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയാൽ മാത്രമേ എത്ര ഗഡു പെൻഷൻ തുക വിതരണം ചെയ്യും എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും കൂടുതൽ ഗഡുക്കൾ വിതരണം ചെയ്യുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും.
എന്നാൽ ഓണത്തിന് 4000 രൂപ പ്രഖ്യാപിച്ചു എന്ന തരത്തിലൊക്കെ തന്നെ ഇപ്പോൾ ചില വാർത്തകളൊക്കെ തന്നെ പ്രചരിക്കുന്നുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മറ്റ് വ്യാജ പ്രചരണങ്ങളിലൂടെയും ഒക്കെ തന്നെ വരാറുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളിൽ പൊതുജനങ്ങൾ വഞ്ചിതരാകരുത്. സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുവാനും മറക്കരുത്. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.